ഐ പ്രസന്റ് യു. അല്ലെങ്കിൽ വേണ്ട. സീ ഫോർ യുവർ സെൽഫ്. തോർക്കണം. സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. തമ്പി മയിൽവാഹന, തലയില്ലടാ, തലയെടുക്കണവൻ. തമ്പി മയിൽവാഹനം, ഞാൻ തലയല്ലടാ, തലവേദന എടുപ്പിക്കുന്നവൻ. തലയെടുക്കുന്നതെന്നാണ് ഖുറേഷി സാർ ഉദ്ദേശിച്ചത്. ഇന്നലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരത്തിൽ ചെന്നൈ ഇന്നിംഗ്സിൽ ഉണ്ടായത് 61 ഡോട്ട് ബോളുകൾ. അതായത് ഒറ്റ മത്സരം കൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് സംഭാവന ചെയ്തത് 30,500 മരങ്ങൾ. ഹരിത കേരളം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം, നമ്മുടെ മുദ്രാവാക്യം. ട്രാക്ടർ എങ്ങനെ ഓടിക്കാം, നിലം എങ്ങനെ ഉഴാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. ഇതിൽ നോക്കി ഈശ്വരനെ വിചാരിച്ചങ്ങ് തുടങ്ങിക്കോ. ഹലോ ഹലോ, എന്താ ഇത്ര വൈകിയത്? ഇടി നിർത്തിയാലല്ലേ വരാൻ പറ്റുള്ളൂ. അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളായിരുന്നു. എനിക്കപ്പോഴേ തോന്നി ടമാർ പടാർ എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. തന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? എല്ലാം നേരെ എടുത്ത് ഫിറ്റ് ചെയ്യും. മര്യാദയ്ക്ക് കാറ് ശരിയാക്കാനാ പറഞ്ഞത്. ക്ഷമിക്കണം, എനിക്കിത് ശരിയാക്കാൻ പറ്റില്ല. താഴ്ത്തുനിന്ന് എല്ലാരും പറഞ്ഞ് അങ്ങോട്ട് കയറണ്ടാണ്. കൗതുക ലേശം കൂടുതലാണ്. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങിയവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പന്റെ കയ്യറുത്തപ്പോ കട്ട ചോരയ മുഖത്ത് തെറിച്ചത്. നീ നേരത്തെ പറഞ്ഞല്ലോ എന്തോ അറിഞ്ഞപ്പോ ചോര തെറിച്ചു. എവിടെയാണ് നിന്റെ ചോര തെറിച്ചത്? ചോര തെറിച്ചെന്ന് പറഞ്ഞ സത്യ, പക്ഷെ അത് വേറൊരാൾ അർത്ഥപ്പോഴാ. ആദ്യം അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. നിന്നെയൊക്കെ തീറ്റിപ്പോച്ച സമയത്ത് 3 ആനകൾ വാങ്ങിയിരുന്നെങ്കിൽ തൃശ്ശൂർ പൂരത്തിനോട് നിർത്തി കാശുണ്ടാക്കാമായിരുന്നു. ബാഡ് ഐഡിയ. നീ നിന്റെ മോനും കാണാൻ എനിക്ക് നഷ്ടമായത് കോടികൾ വില വന്നിരിക്കുന്ന ഭൂമിയാ. കടുകയൊന്ന് ചെയ്യിപ്പിക്കണം. നീ പോയിക്കോ എന്റെ മുമ്പിൽ തങ്ങ്. 1450 രൂപ 50 പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്തോരം കഷ്ടപ്പെടണം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തോരം ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം. എന്താട്ടാ? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. യു സീ ദാറ്റ് റെഡി, ഡോണ്ട് യു? ഇവർ 3 പേരും തോറ്റു. കുറെ നേരമായി തുടങ്ങിയിട്ടു. അല്ലേ, നീ എന്നെ വിശ്വസിച്ചേ പറ്റൂ. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് അല്ലേ? എനിക്കറിയാം, സുഖമല്ലെങ്കിലും ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണോ ഞാൻ. നമ്മളായിട്ട് ആരുടെ നെഞ്ചത്തേക്ക് കയറാറില്ല സാറേ. നമുക്കിട്ടൊരു പണി വന്ന നമ്മളത് പണി, ആരാണെങ്കിലും പണി, വീട്ടിൽ കയറി പണി. എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടൂല. അവസാനം നീ കരയും മോനെ. അനുഭവം കൊണ്ട് പറയുന്നതാണ്. അതല്ലേ, ദയവുണ്ടായി ഉപദ്രവിക്കരുത്. ഒരുപാട് പ്രതീക്ഷകളോടെയാ ഞാൻ വന്നിരിക്കണത്. പ്ലീസ്, എനിക്കൊന്നും അറിഞ്ഞൂടാ, എന്നെ വെറുതെ വിടണം. ബാദുഷാ ഖാൻ,
എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ടു വേണം. എന്നെ എതിർത്ത് സംസാരിക്കാൻ തക്കവണ്ണം നീ വളർന്നു അല്ലേ? എന്നെ എതിർക്കുന്നവർക്കുള്ള അനുഭവം എന്താണെന്ന് അറിയാമല്ലോ. എന്തായാലും ഞാനത് പ്രശ്നമാക്കുന്നവനല്ല. എതിർപ്പ് എനിക്കൊരു വെല്ലുവിളിയാണെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാമല്ലോ. നീ എന്ത് വിചാരിച്ച്? ഞാൻ പെട്ടിയും പടം മുടക്കി കാശിക്ക് വന്ന് വിചാരിച്ച തള്ള നിനക്ക് തെറ്റടേ. അവരോടെല്ലാം പറ ഞാൻ വരുന്നുണ്ടെന്ന്. എന്റെ ഉടവാളും എന്റെ KGF-ഉം വീണ്ടെടുക്കാൻ. സാധാരണ ഞാൻ യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. തുടങ്ങിയ പിന്നെ ജയിച്ചേ അടങ്ങും. ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. സാറേ, എന്റെ കണക്ക് ക്ലോസ് ചെയ്യാതെ ഞാൻ കൊച്ചി വിടില്ല. അത് കമ്മീഷണർ തടഞ്ഞാലും ശരി, DGP തടഞ്ഞാലും ശരി. പക്ഷെ ഇപ്പോ ഈ ഭൂമിയിലുള്ള മറ്റൊന്നിനു വേണ്ടിയും മാധവൻ നിന്നെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. പക്ഷെ നീ എന്നെ കുത്തി ഞാൻ ചത്തെന്ന് ഉറപ്പാക്കി കുഴിച്ചിട്ട് അതിന്റെ മേലൊരു ചുടല തെങ്ങും വെച്ച് അതിന് പൊടിപ്പുണ്ടോന്ന് ഉറപ്പാക്കിയിട്ട് നീ പോകാവൂ. ഇല്ലെങ്കിൽ ഞാൻ ആ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വരുവാടാ എന്റെ പൊന്നു ചോദിക്കാൻ. ചേച്ചി 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 അമ്മേ உன்னால ஒன்னும் பண்ண முடியாது. എന്താടാ പണിയായിട്ടിറങ്ങിയാടാ? ആണേലേ വിട്ടോ, അല്ലേ തലയിലെ ആണി കയറും. എന്നാ നീ കേട്ടടാ. ഹൈവേയില് കൂടപ്പറപ്പുകളെയും കൂട്ടി ആമ്പിള്ളാരെ ഉമ്മ വെക്കാൻ ഇറങ്ങുമ്പോ ആളും തരവും നോക്കണം. അതല്ലേ എടവകപ്പള്ളിയിലെ കുരിശുമണി ഒറ്റേമ്പെട്ട അടിക്കും. ഞാൻ എന്റെ ഈ മുണ്ട് ഇങ്ങനെ മടക്കി കുത്തിയാൽ എന്റെ മുമ്പിൽ ഒരുത്തനും നിവർന്നു നിൽക്കില്ല. ഞാൻ നിൽക്കും. ഈ ശിവനെതിരെയോ? അതെ. തോറ്റുപോകും. ജയിക്കും ഞാൻ. സോ മിസ്റ്റർ രമേശ് നമ്പ്യാർ, കാണാം, കാണണം, കാണും. പല അത്ഭുതങ്ങളും സംഭവിക്കാം. താഴെയുള്ളവൻ മേലെ വരാം, മേലെയുള്ളവൻ താഴെ പോവാൻ. ഇനി നടക്കപ്പോറത് യുദ്ധം. ഞാൻ പോകുന്നു. ബൈ ബൈ.